ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സെർവിക്സിൽ സർക്കുലൈ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെർവിക്സിൽ സ്റ്റിച്ച് ഇട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോൾ എടുക്കും എന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് 37 ആഴ്ചയിൽ പ്രസവ വേദന വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം പ്രസവ വേദന വന്നു. അത് നല്ലപോലെ വേദന, എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, നടക്കുന്നു, നല്ലപോലെ പെയിൻ ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകണമല്ലോ, അപ്പം ഇപ്പോഴേ മെനക്കെട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേദന ഇങ്ങനെ സഹിച്ചിരുന്നു. അടുത്ത ദിവസം സ്റ്റിച്ച് എടുക്കാൻ പോവേണ്ട ദിവസമായിരുന്നു. അപ്പോൾ പോയിട്ട് അവർ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി വജൈന ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് നോക്കി. സ്റ്റിച്ച് കാണാനില്ല. സ്റ്റിച്ച് കാരണം എൻ്റെ സെർവിക്സ് എല്ലാം കീറി സ്റ്റിച്ച് പൊട്ടി. സ്റ്റിച്ച് വേറൊരു സ്ഥലത്താണ് ഇരുന്നത്. അതായത് പ്രസവ വേദന വന്ന് കുഞ്ഞ് അനങ്ങി, അത് കുഞ്ഞ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അനങ്ങി സെർവിക്സ് ഒക്കെ കീറി അങ്ങനെ ഒരു പരുവത്തിലായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് 37 ആഴ്ചയിൽ എൻ്റെ സ്റ്റിച്ച് പൊട്ടി. അപ്പം എനിക്ക് എടുക്കേണ്ട ഒരു ഇതും വന്നില്ല. അവർ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഡേറ്റിന് വന്നപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. സെർവിക്സ് മൊത്തം കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞിന് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷെ നോർമൽ ഡെലിവറി നടക്കാൻ പാടില്ലായിരുന്നു. കാരണം സെർവിക്സ് മൊത്തം കീറിപ്പോയി. അപ്പോൾ അതുവഴി കുഞ്ഞ് വരണത് നമുക്ക് പറ്റൂല, അമ്മയെ കിട്ടില്ല, കുഞ്ഞിന് എടുക്കാൻ പറ്റുമെന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഒരുപാട് ബ്ലഡ് ശരീരത്തുനിന്ന് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നോക്കിയപ്പോൾ ലേബർ പെയിൻ ആണ്, എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വേദനയൊക്കെ ഞാൻ ഒരുപാട് വേദന സഹിച്ചതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വേദനയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവർ അഡ്മിറ്റാക്കി. പിന്നെ ഒന്ന് സ്റ്റിച്ച് എടുത്ത് കളഞ്ഞ് അഡ്മിറ്റാക്കി. പിന്നെ കുറച്ച് ദിവസം കിടന്നിട്ടാണ് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ എൻ്റെ അടുത്ത് ആദ്യം ഡോക്ടർ പറഞ്ഞു നമുക്ക് എടുക്കണ്ട, എങ്ങനെയാണ് ബോഡിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം പോയപ്പം ചെക്കപ്പിന് പോയപ്പം ഡോക്ടർ പറഞ്ഞത് നമുക്ക് എടുക്കാം, സ്റ്റിച്ച് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്, കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ തിരിച്ചു പറഞ്ഞു ബോഡി നല്ല വീക്കാണ്. എനിക്ക് സത്യത്തിൽ ഇത് വജൈന ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ഇടുന്ന കുറച്ച് സമയം ആണ്, അപ്പോൾ വേദന ഉണ്ടായിരിക്കും. 7 മാസത്തിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് 7 മാസം തികഞ്ഞു. 7 മാസം തികഞ്ഞ സമയത്താണ് ഡോക്ടർ സ്റ്റിച്ച് എടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എനിക്ക് വേണ്ട, കാരണം എനിക്ക് കരയാനുള്ള ആ ഒരു ശക്തി പോലും എനിക്കിപ്പോൾ ഇല്ല. നല്ലപോലെ എൻ്റെ ബോഡി വീക്കാണ് എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഡോക്ടറിനെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ശരിയാണ്, വേണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ എടുക്കുമ്പോൾ സ്റ്റിച്ച് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരെ ബോഡി കണ്ടീഷൻ വെച്ചാണ് അവർ സ്റ്റിച്ച് എടുക്കുന്നതും ഒക്കെ. പിന്നെ അനസ്തേഷ്യ തന്നിട്ടാണോ സ്റ്റിച്ച് എടുക്കുന്നത്? സ്റ്റിച്ച് ഇടുന്നത് അനസ്തേഷ്യ തന്നിട്ടാണ്, സ്റ്റിച്ച് എടുക്കുന്നത് അനസ്തേഷ്യ തന്നിട്ടല്ല. ജസ്റ്റ് കാലൊക്കെ മാറ്റി വെച്ച് ഒരു വജൈന ഓപ്പൺ ചെയ്ത് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, പെട്ടെന്ന് എടുക്കാൻ കളയും. പക്ഷെ ആ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വേദനയുണ്ട്, നല്ലപോലെ വേദനയുണ്ട്. ആ ഒരു 10 മിനിറ്റിലെ വേദന, അത് കഴിയുമ്പോൾ പിന്നെ ഇല്ല, പിന്നെ ഒരു വേദനയോ ഒരു പ്രശ്നവും ഇല്ല. എങ്കിലും എനിക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ എടുത്തില്ല. അനസ്തേഷ്യ തന്നിട്ടല്ല സ്റ്റിച്ച് എടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് എപ്പോൾ എടുക്കാൻ ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.